ജ്ഞാനം 1-ാം അധ്യായം 4-ാം തിരുവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. അപ്പോൾ ജ്ഞാനം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം കപടമായിരിക്കരുത്. ഇനി പ്രവേശിച്ച ജ്ഞാനം നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പാപമുണ്ടായിരിക്കാൻ പാടില്ല. ജ്ഞാനം 1:4, ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. നമ്മുടെ ഹൃദയം കപടമല്ലെങ്കിൽ ജ്ഞാനം പ്രവേശിക്കും. ഇനി ജ്ഞാനം പ്രവേശിച്ചിട്ട് പാപത്തിനടിമയായ ശരീരമാണെങ്കിലോ ആ പ്രവേശിച്ച ജ്ഞാനം വസിക്കില്ല. അപ്പോൾ നമുക്ക് സൂക്ഷിക്കാം, നമ്മുടെ ഹൃദയം കാപഢ്യമില്ലാതെ സൂക്ഷിക്കാം. ഹൃദയ പരമാർത്ഥതയുണ്ടാവട്ടെ, ആത്മാർത്ഥതയുണ്ടാവട്ടെ, സത്യസന്ധതയിൽ ജീവിക്കാം, ട്രൂത്ത്ഫുൾനെസ്. ആ ഒരു സത്യസന്ധത, പരമാർത്ഥത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുമ്പോഴാണ് ദൈവിക ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. പിന്നെ നമ്മുടെ ശരീരം പാപത്തിന് അടിമയായ ശരീരമായിരിക്കരുത്. പാപത്തിന് അടിമയായ ശരീരത്തിൽ ജ്ഞാനം വസിക്കില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം തിരുവാക്യം, ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. അപ്പോൾ മനുഷ്യന് രൂപം നൽകിയത് ജ്ഞാനത്താലാണ്. നേരത്തെ നമ്മൾ കണ്ടു, ജ്ഞാനം 7:22 നമ്മൾ കണ്ടു, സകലതും രൂപപ്പെടുത്തുന്നത് ജ്ഞാനമാണ്. പിന്നെ ജ്ഞാനം 9:2 നമ്മൾ കാണുന്നു, ജ്ഞാനത്താലാണ് ദൈവം മനുഷ്യന് രൂപം നൽകിയത്. ഇപ്പം നമ്മുടെ ആത്മാവിനൊക്കെ നല്ലൊരു രൂപം നിലനിൽക്കണമെങ്കിൽ എല്ലാ ദിവസവും ദൈവിക ജ്ഞാനത്താൽ നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കണം. ജ്ഞാനം 9:6 പറയുന്നു, മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല. അപ്പം മനുഷ്യരുടെ മുമ്പിൽ മാനുഷികമായിട്ടുള്ള ചില അറിവുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, മനുഷ്യരുടെ മുമ്പിൽ പൂർണ്ണനായെന്ന് തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല എന്ന് പറയുന്നത്. നോട്ട് ഈവൻ സംതിങ്, ഒന്നുമല്ല. ജ്ഞാനം 9:10 ഒരു പ്രാർത്ഥനയുണ്ട്. എന്ത്? വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണേ. അപ്പം ജ്ഞാനത്തെ എവിടെ നിന്നാണ് അയച്ചു തരുന്നത് ദൈവം? വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവമേ അങ്ങയുടെ ജ്ഞാനത്തെ അയച്ചു തരണേ. നമുക്കും പ്രാർത്ഥിക്കാം. കുറച്ച് പേർക്ക് മാത്രം മതിയോ ജ്ഞാനം? എല്ലാവർക്കും വേണ്ടേ? നമ്മൾ ഓരോരുത്തരും ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞിട്ട് ഈ ലോകത്തിൽ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കട്ടെ. ഈശോ ജനിച്ച അവസരത്തിൽ ജ്ഞാനികളാണ് ഈശോയെ കാണാൻ വന്നത്. ആ ദൈവിക ജ്ഞാനം ഉണ്ടെങ്കിലാണ് ദൈവത്തെ കണ്ടെത്തി ദൈവത്തെ ആരാധിച്ച് സ്നേഹിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാനുള്ള നമ്മുടെ ആഗ്രഹം വർദ്ധിച്ചു വരട്ടെ. ജ്ഞാനം 9:10 കണ്ടിന്യൂയിങ് തുടർന്ന് പറയുന്നു, അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ ആരാണ് നമ്മളോടൊത്ത് വസിച്ച് അധ്വാനിക്കേണ്ടേ? ജ്ഞാനമാണ് നമ്മളോടൊത്ത് വസിച്ച് അധ്വാനിക്കേണ്ടത്. നമ്മൾ മാനുഷികമായിട്ടുള്ള ചെറിയ ബുദ്ധിയിൽ ഓരോന്ന് ചിന്തിച്ച് അധ്വാനിക്കുന്നതിനേക്കാളും ദൈവിക ജ്ഞാനം നിറഞ്ഞ് ആ ജ്ഞാനം എന്നോടൊത്ത് വസിച്ച് അധ്വാനിക്കട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നിട്ട് പറയാണ്, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനായിട്ട് പറ്റുക. നമ്മൾ പലപ്പോഴും മറ്റു പലരോടും പ്രാർത്ഥന ചോദിക്കാറുണ്ട്, എന്തായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം, എന്തായിരിക്കും ദൈവത്തിൻ്റെ ഹിതം? സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ച് പറയാവോ, അച്ഛ ഒന്ന് പ്രാർത്ഥിച്ച് പറയാവോ, അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷ പ്രഘോഷകൻ പ്രാർത്ഥിച്ച് പറയാവോ, കൗൺസിലിങ്ങിന് പോകുമ്പോൾ പ്രാർത്ഥിച്ച് പറയാവോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ദൈവിക ജ്ഞാനം നിറഞ്ഞാലാണ് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. 9:17 പറയുന്നുണ്ട്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും.
അപ്പോൾ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ജ്ഞാനത്തെയും ഉന്നതത്തിൽ നിന്ന് ദൈവം നമുക്ക് തന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാകുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്? ജ്ഞാനത്തിന് പകരം ഭോഷത്വം നിറയുന്നത് കൊണ്ടാണ്. ജ്ഞാനത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഭോഷത്വം. അപ്പോൾ ഈ ഭോഷത്വം ഉണ്ടെങ്കിൽ, ഒരു ഈവിൾ ഫൂളിഷ്നെസ് ആണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പ്രലോഭകൻ്റെ സ്വരം കേൾക്കുന്തോറുമാണ് നമ്മളിൽ ഭോഷത്വം നിറയുക. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം, പരിശുദ്ധാത്മാവിൻ്റെ ആ വെളിപ്പെടുത്തൽ നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തി തരുന്നത് അത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈശോയുടെ സ്വരം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിൽ ജ്ഞാനം നിറയും. അപ്പോൾ നമ്മൾ ആരെ കേൾക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കേൾവിയിലൂടെ ജ്ഞാനമോ അല്ലെങ്കിൽ ഭോഷത്വമോ നിറയും.